പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ 2 മണ്ഡലങ്ങളും കൂടിച്ചേർന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. 2008 മണ്ഡല രൂപീകരണത്തിന് ശേഷം കൈകാലത്തിൽ 2 തവണ സീറ്റ് വിട്ടുപോയെങ്കിലും 3-ാം തവണ തിരിച്ചുപിടിക്കാനുള്ള പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. ഇതിനായി ആറന്മുള സിറ്റിംഗ് MLA വീണ ജോർജിനെയാണ് ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ ഇടത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എന്നീ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീണ ജോർജ് പര്യടനം തുടരുന്നത്. അതേസമയം മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള 3-ാം അംഗത്തിലും UDF സ്ഥാനാർത്ഥിയായി ആന്റോ ആന്റണി തന്നെയാണ് മത്സരിക്കുന്നത്. സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള ശ്രമത്തിലാണ് ആന്റോ ആന്റണി. ശബരിമല തന്നെ പ്രധാന പ്രചരണ ആയുധമാക്കി വോട്ട് തേടാനാണ് BJPയുടെയും NDAയുടെയും ശ്രമം. ഇതിനായി K സുരേന്ദ്രനാണ് NDA സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഈ 3 സ്ഥാനാർത്ഥികളുടെയും വികസന പ്രതീക്ഷകളും വിജയപ്രതീക്ഷകളെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. ഇതിനായി സ്ഥാനാർത്ഥിക്കൊപ്പം ആരംഭിക്കുന്നു. LDF സാരഥി വന്നല്ലോ പത്തനംതിട്ടയിൽ, വീണ ജോർജ് ആണല്ലോ സ്ഥാനാർത്ഥി. LDF സാരഥി വന്നല്ലോ പത്തനംതിട്ടയിൽ, വീണ ജോർജ് ആണല്ലോ സ്ഥാനാർത്ഥി. വോട്ടെല്ലാം നിങ്ങൾ നൽകിടണേ, നമ്മുടെ ചിഹ്നം അരിവാള് ചുറ്റിക നക്ഷത്രം. LDF സാരഥി വന്നല്ലോ പത്തനംതിട്ടയിൽ, വീണ ജോർജ് ആണല്ലോ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി ഇപ്പോൾ തുറന്ന വാഹന പ്രചരണത്തിലാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം. മണ്ഡലത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ ഈ 10 വർഷത്തിനുള്ളിൽ ഒരു ദേശീയപാതയെങ്കിലും എത്ര കിലോമീറ്റർ ഇവിടെ ദേശീയപാത നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഈ 10 വർഷത്തിനുള്ളിൽ? 2, ഇവിടുത്തെ ഏറ്റവും കൂടുതലുള്ളത് കർഷകരാണ്. കർഷകർക്ക് വേണ്ടി, റബ്ബർ കർഷകർക്ക് വേണ്ടി ഈ 10 വർഷക്കാലം എന്ത് ചെയ്തു? ഇതിനെ കാർഷിക വിളയാക്കുവാൻ ഈ 10 വർഷ കാലയളവിനുള്ളിൽ സാധിച്ചിട്ടുണ്ടോ? കോൺഗ്രസും കാർഷിക വിളയാക്കിയില്ല, BJPയും കാർഷിക വിളയാക്കിയില്ല. പിന്നീട് നമ്മുടെ കാർഷിക വിളകൾക്കുള്ള അടിസ്ഥാന താങ്ങുവില, നാളികേരത്തിൻ്റേത് ഉൾപ്പെടെ, അത് നമുക്ക് വർദ്ധിപ്പിച്ച് കിട്ടേണ്ടതായിട്ടുണ്ട്. കാർഷിക നയങ്ങൾ കേരളത്തിലെ കർഷകർക്ക് അനുകൂലമായ രീതിയിൽ അതിൽ ഇടപെടലുകൾ ഉണ്ടാകണം, മാനദണ്ഡങ്ങൾ ഉണ്ടാകണം. രാജ്യാന്തര കരാറുകൾ ഒപ്പിടുമ്പോൾ കേരളത്തിലെ കർഷകരുടെ താല്പര്യം കൂടി പരിഗണിക്കണം. കൃഷിയുടെ കർഷകരുടെ താല്പര്യങ്ങൾ പരിഗണിക്കണം. അപ്പോൾ കാർഷിക മേഖലയുടെ പുനരുദ്ധാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ചെറുപ്പക്കാർക്ക് തൊഴിൽ സംരംഭത്തിന് ഉള്ള എന്ത് സാഹചര്യങ്ങളാണ് ഇവിടെ ഈ 10 വർഷ കാലയളവിനുള്ളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തിരുവല്ലാർ മണ്ഡലത്തിലാണ് നമ്മളുള്ളത്. ഈ തിരുവല്ല മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷന്റെ ശോചനീയ അവസ്ഥ, നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷന്റെ നേതാവായ സഖാവ് വീണ ജോർജ് ഇതാ കടന്നുവരുന്നു. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. വളരെ ശോചനീയമായിട്ടുള്ള സ്ഥിതിയിലാണ്. അതിന് മേൽക്കൂരയില്ല, അവിടെ നിൽക്കാൻ പറ്റില്ല യാത്രക്കാർക്ക്. അപ്പോൾ ആ രീതിയിലുള്ള വളരെ ശോചനീയമായിട്ടുള്ള അടിസ്ഥാന സൗകര്യം. അപ്പോൾ ഈ 10 വർഷക്കാലത്തെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ ഇത് ഒരു തുറന്ന പുസ്തകം പോലെയുണ്ട്. ആ വികസന രാഹിത്യത്തിനെതിരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുക. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന രീതിയിലെ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഇടതുപക്ഷത്തിനെതിരെ BJPയും കോൺഗ്രസും ഇപ്പോൾ രാഷ്ട്രീയമായുധമാക്കാനാണ് ശ്രമിക്കുന്നത്. നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയം ബാധിച്ച ഒരു ജില്ലയാണ് പത്തനംതിട്ട മണ്ഡലം. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു റിപ്പോർട്ട് മാത്രമാണ് അത്. ഇവിടെ ഞാൻ ഈ പ്രളയ സമയത്ത് എൻ്റെ മണ്ഡലത്തിൽ എൻ്റെ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു.
മുഴുവൻ സമയം, അത് രക്ഷാപ്രവർത്തനമാണെങ്കിലും അതിനുശേഷമുള്ള പുനരധിവാസമാണെങ്കിലും ഞാൻ അവർക്കൊപ്പം മുഴുവൻ സമയവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഏതാണ്ട് 442 വീടുകൾ പത്തനംതിട്ട ജില്ലയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാഗികമായി തകർന്ന വീടുകൾക്കുള്ള ധനസഹായം ഏതാണ്ട് 1.25 ലക്ഷം രൂപ വരെ കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് കൊടുക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ അതുപോലെ തന്നെ ഉപജീവന മാർഗങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അതും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമല ഒരു വിഷയമാക്കാനാണ് BJPയുടെ ശ്രമം. ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു മുഖ്യ വിഷയമാണോ? എന്താണ് സഖാവിന് ഇതിനോടുള്ള അഭിപ്രായം? ജനങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വികസനമാണ്. അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം, അല്ലെങ്കിൽ റോഡ്, അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, തൊഴിലവസരങ്ങൾ, വ്യക്തികളെ 5 വർഷം എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവാണ്. ഈ 5 വർഷം ഒരു നാടിൻ്റെ വികസനത്തിന് എന്ത് ചെയ്തു എന്നുള്ളതാണ്, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ടയ്ക്കു ചേർന്ന പത്തരമാറ്റൊത്തധീര വീണ ജോർജ് സാരഥിയായി വന്നിടുന്നല്ലോ നിങ്ങൾ വോട്ട് നൽകിടണേ. പത്തനംതിട്ടയ്ക്കു ചേർന്ന പത്തരമാറ്റൊത്തധീര വീണ ജോർജ് സാരഥിയായി വന്നിടുന്നല്ലോ നിങ്ങൾ വോട്ട് നൽകിടണേ. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വീണ ജോർജ് പ്രചരണ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഏറെ മുന്നിലാണ്. ഇപ്പോൾ 2ാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനം വിജയകരമായി പൂർത്തിയാവുന്നു. ഇപ്പോൾ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായി ചെറിയൊരു ഇടവേള കൊടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേരുകയാണ്. പൂർണ്ണമായും ഒരു കടുത്ത ത്രികോണ മത്സരമാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും ഏവരും ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. എത്രത്തോളമാണ് വിജയപ്രതീക്ഷകൾ ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? എന്താണ് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ 100% വിജയിക്കും. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വികസനമാണ്. ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തോടുണ്ടായിട്ടുള്ള, പത്തനംതിട്ട മണ്ഡലത്തോടുണ്ടായിട്ടുള്ള അവഗണനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. അതായത് കേന്ദ്രത്തിൻ്റെ ഒരു പരിഗണന പോലും ഈ മണ്ഡലത്തിന് ലഭിച്ചിട്ടില്ല. അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും ലഭിച്ചിട്ടില്ല, BJP ഭരിക്കുമ്പോഴും ലഭിച്ചിട്ടില്ല. അപ്പോൾ അത് ഏറ്റവും നല്ല ഉദാഹരണം കാർഷിക മേഖലയാണ്. ഏറ്റവും അധികം മലയോര കർഷകരുടെ മണ്ണാണിത്. കർഷകരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുന്നത്, ഇപ്പോൾ ഉദാഹരണം നെല്ലിൻ്റെ താങ്ങുവില 17 രൂപയാണ് കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ 26 രൂപയാണ് നൽകുന്നത്. അതായത് ഏതാണ്ട് 10 രൂപ കൂടി കൂട്ടിയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. അപ്പോൾ ഈ സംസ്ഥാനത്തിന് ഇടപെടാൻ കഴിയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പോൾ റബ്ബറിൻ്റെ വില തെറ്റായ കാർഷിക നയം കൊണ്ട്, കോൺഗ്രസിൻ്റെ കാർഷിക നയം കൊണ്ടുണ്ടായ വില തകർച്ചയാണെങ്കിൽ അതേ നയം തന്നെയാണ് BJP ഇവിടെ പിന്തുടർന്നത്. അപ്പോൾ റബ്ബറിനെ കാർഷിക വിളയാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ എല്ലാ മേഖലകളിലും, കാർഷിക മേഖല പോലെ തന്നെ എല്ലാ മേഖലകളും അവഗണിക്കപ്പെട്ട് പോയ വർഷങ്ങളാണ് ഈ കടന്നുപോയത്. ഇനി നമുക്ക് നഷ്ടപ്പെടുത്താൻ വാസ്തവത്തിൽ പത്തനംതിട്ട പോലൊരു മണ്ഡലത്തിന് വർഷങ്ങളില്ല. എത്രയോ IT പ്രൊഫഷണലുകളുള്ള ഒരു മണ്ഡലമാണ് ഇവിടെ. എത്രയോ ആളുകൾ വിദേശത്ത് നിന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം. ഇവർക്ക് മറ്റൊരിടത്തേക്ക് ജോലിക്ക് പോകാതെ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തൊഴിൽ ചെയ്യുന്നതിനുള്ള, തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകണം. അപ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ടൂറിസം മേഖലയുടെ വികസനം, അങ്ങനെ അത് ടൂറിസം മേഖലയുടെ വികസനത്തിലൂടെ ലോക്കൽ എക്കണോമിയിൽ ഒരു മൊബിലൈസേഷൻ ഉണ്ടാക്കുക, ഒരു ചലനം ഉണ്ടാക്കുക. അങ്ങനെ കൂടുതൽ ആളുകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്ക് ഏർപ്പെടാൻ കഴിയുക. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വികസനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിഭാവനം ചെയ്യുന്നത്. അടുത്ത 5 വർഷം വാസ്തവത്തിൽ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ്.
ഈ കഴിഞ്ഞു പോയ 10 വർഷങ്ങളെ പോലെയാണെങ്കിൽ നമ്മുടെ പുഴകളെല്ലാം വറ്റി വരണ്ടു. പമ്പ ആക്ഷൻ പ്ലാനിൽ കോടിക്കണക്കിന് രൂപയുണ്ട്. അത് 1 രൂപ പോലും വിനിയോഗിക്കപ്പെട്ടിട്ടില്ല. പമ്പ 50 വർഷം കൂടെ മാത്രമേ ജീവിക്കുന്ന ഒരു പുഴയാണെന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കേണ്ടതുണ്ട്. കുടിവെള്ളമില്ല, വെള്ളം ടാങ്കർ ഉണ്ടെങ്കിലും വെള്ളമില്ല, സോഴ്സ് ഇല്ല. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഭൂമിയിൽ ജലലഭ്യത കുറയുന്നു, നദികൾ വറ്റി വരണ്ട് മരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഫണ്ടുണ്ട്. ഓൾറെഡി പമ്പ ആക്ഷൻ പ്ലാനിലൂടെ മറ്റുമായിട്ട് ധാരാളം ഫണ്ടുണ്ട്. ഇതൊന്നും വിനിയോഗിക്കപ്പെട്ടിട്ടില്ല, അൺയൂട്ടിലൈസ്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നാട്ടിൽ സമഗ്രവും സുസ്ഥിരവുമായ വികസനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിഭാവനം ചെയ്യുന്നത്. എല്ലാരും ചൊല്ലണേ, എല്ലാരും ചൊല്ലണേ. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വീണ ജോർജ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിലാണ്. ആവേശോജ്വലമായ സ്വീകരണമാണ് മണ്ഡലത്തിലുടനീളം വീണ ജോർജിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ ജോർജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വളരെ ആവേശകരമായ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് കർഷകർ, തൊഴിലാളികൾ, അതുപോലെ തന്നെ ചെറുപ്പക്കാർ. ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇവിടെ നിലനിന്ന വികസന രാഹിത്യത്തിനെതിരെയുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു ജനവിധി ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തപ്പെടും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഈ മണ്ഡലത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് വികസനം തന്നെയാണ്. മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് നൽകുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. നമ്മൾ അപ്പർ കുട്ടനാടൻ മേഖലയിലാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഏതാണ്ട് കേന്ദ്രം നിശ്ചയിച്ചതിൻ്റെ 10 രൂപ അധികമാണ് നെല്ലിൻ്റെ താങ്ങുവില. അപ്പം ആ രീതിയിൽ കാർഷിക മേഖല ഇടപെടുന്നത് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇടപെടുന്നത് കൊണ്ട് മാത്രമാണ് കർഷകർ ഇപ്പോഴും കൃഷിയിൽ നിലനിൽക്കുന്നത്. കേന്ദ്രത്തിൻ്റെ നയങ്ങൾ അത്യന്തം കർഷകദ്രോഹ നയങ്ങളാണ്. അപ്പോൾ കാർഷിക മേഖലയുടെ പുനരുദ്ധാരണം, അടിസ്ഥാന സൗകര്യത്തിൻ്റെ മേഖലയുടെ വികസനം, ചെറുപ്പക്കാർക്ക് തൊഴിൽ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലോക്കൽ എക്കണോമിക് മൊബിലൈസേഷൻ്റെ പ്രാദേശികമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുക, ഇടപെടലുണ്ടാക്കുക. പിന്നെ അതുപോലെ നമ്മുടെ IT ഫേമുകളൊക്കെ തുടങ്ങാൻ തക്കവണ്ണം BSNL-ൻ്റെയൊക്കെ കണക്ടിവിറ്റി, അതുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്ക് കവറേജുകൾ എല്ലായിടത്തും എത്തിക്കുക, അങ്ങനെ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ. പിന്നെ ടൂറിസം മേഖലയുടെ വികസനം, അതിലൂടെ തന്നെ കുറേയേറെ പേർക്ക് തൊഴിൽ ലഭിക്കുന്നതാണ്. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. അങ്ങനെ എല്ലാവിധത്തിലുള്ള പരിശ്രമങ്ങളും നടത്തും. സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ആന്റോണിയോട് തന്നെ ചോദിക്കാം. 3ാം അംഗമാണ്, എത്രത്തോളമാണ് പ്രതീക്ഷകൾ? 100% ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ ഏറ്റെടുത്ത തെരഞ്ഞെടുപ്പാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇന്നുവരെ കാണാത്ത ആവേശവും ഇന്നുവരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കടന്നു വരാത്ത ജനസമൂഹമാണ് കടന്നു വരുന്നത്. ഉറച്ച വിജയപ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനു മുൻനിർത്തിയാണ് നേരിടുന്നത് തെരഞ്ഞെടുപ്പിനെ? ഇത് ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയം ഇതിൻ്റെ അകത്തൊരു പ്രധാന ഘടകമാണ്. അപ്പം ഇന്ത്യയിലൊരു മതേതര ജനാധിപത്യ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കണം. അതിന് കഴിയുന്ന ഏക നേതാവ് രാഹുൽ ഗാന്ധിയാണ്.
തന്നെയുമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കർഷകരുടെ കാർഷിക വായ്പ ഒഴിയിട്ടുണ്ട്. രണ്ട്, പാവപ്പെട്ട കുടുംബങ്ങളോട് അവരുടെ കുറഞ്ഞ വരുമാനം 72,000 വൃത്തിയാക്കി നിശ്ചയിച്ച് അത് അവർക്ക് ഉറപ്പ് വരുന്ന നിയമനിർമ്മാണം ഈ രാജ്യത്ത് നടക്കും. ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് വരെ ഒരു ഭരണാധികാരിക്കോ ഒരു രാഷ്ട്രീയ നേതാവിനോ പറയാൻ കഴിയാത്ത ആത്മാർത്ഥതയുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ജനങ്ങളുടെ ഇടയിൽ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് വിഷയങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. BJP ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് ശബരിമല മുഖ്യ വിഷയമാക്കി തന്നെയാണ്. ഈ ശബരിമല എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാണോ? ഇതിനെക്കുറിച്ച് എന്താണ് UDFിൻ്റെ സ്ഥാനാർത്ഥി എന്നതിൽ താങ്കൾ പ്രതികരിക്കുന്നത്? ശബരിമലയെ ഒരിക്കലും ഞങ്ങൾ രാഷ്ട്രീയ വിഷയമാക്കി കണ്ടിട്ടില്ല. കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യം കൊടുത്ത അഫിഡവിറ്റ് നൂറ്റാണ്ടുകളായി നിൽക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. അന്ന് തെരഞ്ഞെടുപ്പില്ല, അന്ന് രാഷ്ട്രീയ പ്രാധാന്യമില്ല. അത് കൺസിസ്റ്റൻ്റായി വിശ്വാസികളോടൊപ്പമാണ് ഞങ്ങൾ. പക്ഷേ പിന്നീട് വന്ന ഇടതുമുന്നണി ഗവൺമെൻറ് ആ അഫിഡവിറ്റ് മാറ്റി യുവതീ പ്രവേശമാകാമെന്ന് അഫിഡവിറ്റ് കൊടുത്തു. ഇതിൻ്റെ അത് BJPക്ക് ഒരു മേനിയും നടിക്കാനില്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറൽ പറഞ്ഞത് യുവതീ പ്രവേശമാകാമെന്നാണ്. അവിടുത്തെ വിധി വന്ന ദിവസത്തെ ജന്മഭൂമി പത്രം നിങ്ങൾ വായിച്ചാൽ മതി. ഇനി എല്ലാ യുവതികൾക്കും മല ചവിട്ടാം എന്ന് പറഞ്ഞ ഒന്നാമത്തെ ബാനർ ഹെഡിങ്ങാണ്. ആരൊക്കെയാണ് പിന്തുണച്ചിരിക്കുന്നത്? അമിത്ഷാ, മോഹൻ ഭഗത്ത്, നിർമ്മല സീതാരാമൻ, സുബ്രഹ്മണ്യ സ്വാമി, മനേക ഗാന്ധി, ശ്രീധരൻപിള്ള, ഇത്രയും ആളുകളാണ് അതിനെ വെൽക്കം ചെയ്തത്. സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞ് പട്ടാളത്തെ ഉപയോഗിച്ച് ഈ വിധി നടപ്പാക്കണമെന്നാണ്. ചാനലുകളിലെല്ലാം ഏറ്റവും സജീവമായി യുവതീ പ്രവേശനത്തിന് വേണ്ടി വാദിച്ച ആളുകളൊക്കെയാണ് ഇപ്പം ഈ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അന്നും ഇന്നും ഒരേ നിലപാടാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹത്തിന് വിശ്വാസത്തോടൊപ്പം നിൽക്കുന്ന ആളുകളെയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ജില്ലയെ ബാധിച്ച പ്രളയമാണ്. ആ പ്രളയം മനുഷ്യനിർമ്മിത പ്രളയമാണ് എന്നുള്ള ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതോടെ നിസ്സഹായരായി പോയ 10,000-കണക്കിന് കുടുംബങ്ങൾ, ആ കുടുംബങ്ങളോട് ആരാണ് സമാധാനം പറയേണ്ടത്? ഡാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു വിട്ടു, മാനദണ്ഡങ്ങൾ പാലിക്കാതെ, നിയമം പാലിക്കാതെ തുറന്നു വിട്ടു എന്നിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ജനങ്ങളോട് പറയാൻ മടിച്ചത്? അത് ജനങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ആനത്തോർ ഡാം തുറന്നാൽ 4 മണിക്കൂർ വേണം പമ്പയിൽ ത്രിവേണി സംഗമത്തിൽ വെള്ളമെത്താൻ. ത്രിവേണി സംഗമത്തിൽ നിന്ന് 4 മണിക്കൂർ വേണം പത്തനംതിട്ട റാന്നിയിൽ വെള്ളമെത്താൻ. അപ്പോൾ 4 മണിക്ക് ആനത്തോർ ഡാം തുറന്നുകൊണ്ടാണ് 12 മണിക്ക് റാന്നി വെള്ളത്തിനടിയിലായത്. അവിടെ നിന്ന് വീണ്ടും 4 മണിക്കൂർ വേണം നമ്മുടെ ജില്ലയുടെ അതിർത്തി പിന്നിടാൻ. അപ്പോൾ 12 മണിക്കൂർ സമയം ഈ ഡാം തുറന്നു വിട്ടിട്ടും ജനങ്ങളോട് പറയാൻ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അത് അറിയിച്ചിരുന്നെങ്കിൽ ജനങ്ങൾ അവരുടെ കുടുംബത്തിലെ ജീവനോപാധികൾ, അവരുടെ വീട്ടുപകരണങ്ങൾ എന്തെല്ലാം അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. അപ്പോൾ ഉടുവസ്ത്രവുമായി ജീവനം കൊണ്ട് രക്ഷപ്പെട്ട 10,000-കണക്കിന് കുടുംബങ്ങൾ, ആ കുടുംബങ്ങളോട് എന്താണ് ഈ ഗവൺമെൻറ് എന്താണ് അവർക്ക് ചെയ്തത്? ഇപ്പോൾ 1000-കണക്കിന് കോടി ഉറപ്പിക്കുക ദുരിതാശ്വാസ നിധി വന്നിട്ടുണ്ട്. ഈ ഗവൺമെൻറ് ഒരു പിടിപ്പുകേട് കൊണ്ട് ഈ ദുരന്തത്തിനിരയായ ആളുകൾക്ക് എന്തെങ്കിലും അവർക്ക് ചെയ്യണ്ടേ? ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാവുന്നതല്ലേ ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം. ആ ജനങ്ങളുടെ ജീവനും സ്വത്തും നഷ്ടപ്പെടുത്തിയ ഗവൺമെൻറ് ആ നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? ആ നഷ്ടപരിഹാരം കൊടുക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം ഈ ജില്ലയിലെ ഇത് രണ്ടുമാണ്. അതുകൊണ്ട് ആ വിഷയത്തോടൊപ്പമാണ് ഈ നാട്ടിലെ ജനങ്ങൾ. മൂന്നാം അംഗമാണ്. അപ്പോൾ ഇനി അവസരം ലഭിക്കുകയാണെങ്കിൽ എന്തെല്ലാം വികസന പ്രവർത്തനമാണ് മണ്ഡലത്തിൽ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ജനങ്ങളോട് പറഞ്ഞ വികസന പ്രവർത്തനമൊക്കെ യാഥാർത്ഥ്യമാക്കിയാണ് പോകുന്നത്. 1,700-ൽ പരം കോടി ഉറുപ്പികയുടെ കേന്ദ്ര ഫണ്ടാണ് വിവിധ പദ്ധതികളിലൂടെയായി കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 7 നിയമമണ്ഡലങ്ങളിൽ 1,200 വാർഡുകളിലായി യാഥാർത്ഥ്യമാക്കിയത്. അപ്പോൾ നിരവധി പദ്ധതികൾ തുടങ്ങി, നിരവധി പദ്ധതികൾ ഓൺ ദി വെയിലാണ്. അപ്പോൾ പാസ്പോർട്ട് സേവാ കേന്ദ്രം സമ്പൂർണ്ണ പാസ്പോർട്ട് ഓഫീസിലെ സൗകര്യത്തോടെ ഇന്ന് കാലത്ത് പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിച്ചാൽ മറ്റന്നാൾ കാലത്ത് ലഭ്യമാകുന്ന നിലയിൽ അത് യാഥാർത്ഥ്യമായി. ഒരു കേന്ദ്രീയ വിദ്യാലയം പണി കഴിഞ്ഞ് കുട്ടികളെ പ്രവേശിപ്പിച്ചു. രണ്ടാമത്തെ കേന്ദ്രീയ വിദ്യാലയം താൽക്കാലികമായ ക്ലാസ് തുടങ്ങി. കെട്ടിട നിർമ്മാണത്തിനുള്ള പണം അനുവദിച്ചു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങണം. ഇൻഡോർ സ്റ്റേഡിയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻഡോർ സ്റ്റേഡിയമാണ്. അത് 6 കോടി ഉറുപ്പിക കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചു. സെൻട്രൽ PWDയുമായി പത്തനംതിട്ട മുനിസിപ്പാലിറ്റി MOU സൈൻ ചെയ്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു. അത് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്.
പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ ഇപ്പോൾ പ്രചരണ തിരക്കുകളിലാണ്. ഇന്ന് റാന്നിയിലെ വിവിധ ഭാഗങ്ങളിലാണ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയകരമായി തന്നെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കെ സുരേന്ദ്രൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതിൽ പ്രത്യേകിച്ച് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം ഏവരും ഉറ്റുനോക്കുന്നു. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ? തീർച്ചയായിട്ടും പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ്. NDAക്ക് 100% വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. ശബരിമല വിഷയം സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്ത രീതിയോട് ഇവിടുത്തെ വോട്ടർമാർക്ക് ജാതിമത വ്യത്യാസമില്ലാതെ വലിയ പ്രതിഷേധം നിലനിൽക്കുകയാണ്. ആ പ്രതിഷേധം ഞങ്ങളുടെ പ്രചാരണ പരിപാടികളിലെല്ലാം വലിയ തോതിൽ ആൾക്കൂട്ടം കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പ്രചരണമായിട്ട് ഇത് മുന്നോട്ട് പോവുകയാണ്. UDFനും LDFനും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം നിലനിൽക്കുകയാണ്. ജനങ്ങളുടെ വലിയ ഒരു വികാര പ്രകടനം തന്നെയാണ് NDAയുടെ പ്രചാരണ പരിപാടികളിലെല്ലാം കാണാൻ കഴിയുന്നത്. അത് ഞങ്ങൾക്ക് ഇത്തവണ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്താണ് പറയുന്നത്? രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവ് കോൺഗ്രസിൻ്റെ ദയനീയമായിട്ടുള്ള പരാജയം അവർ തന്നെ സമ്മതിക്കുന്നു എന്നുള്ളതാണ്. കാരണം നെഹ്റു കുടുംബം സ്ഥിരമായിട്ട് കൈവശം വയ്ക്കുന്ന അമേഠി പോലും അവർക്ക് വിജയിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്? അപ്പോൾ അമേഠിയിലെ പതനം കേരളത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ പ്രേരിപ്പിച്ച കാര്യം അത് ജനങ്ങൾ വളരെ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഇടതുപക്ഷം അടക്കം ഇപ്പോൾ പറയുന്നത് അമേഠിയിൽ പരാജയപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ഇവിടേക്ക് വന്നെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇനി ഒരു 100 സീറ്റ് പോലും തികയില്ല എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ട്. മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും, അക്കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല, പ്രതിപക്ഷത്തിന് ഒട്ടും സംശയമില്ല. അതുകൊണ്ട് മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന MPമാർ കേരളത്തിലും ഉണ്ടാവണം എന്നുള്ളതാണ് വികസന കാര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായി നിൽക്കുന്നത്. തീർച്ചയായും വളരെയധികം മികച്ച ആത്മവിശ്വാസത്തിലാണ് കെ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. മികച്ച ആത്മവിശ്വാസം, മികച്ച വിജയം നേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ പ്രവചനങ്ങൾ അസാധ്യമാണ്. 3 സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാടുമ്പോൾ വിജയം ആർക്കൊപ്പമെന്ന് കാത്തിരുന്ന് കാണണം. അതിനായി മെയ് 23 വരെ കാത്തിരിക്കണം. സ്ഥാനാർത്ഥിക്കൊപ്പം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.